മുട്ട പോയെന്നോ? മുട്ട പോയെന്നോ? മുട്ട പോയെന്നോ? അതായത് ആര്യ മുട്ട മോഷ്ടിക്കാൻ വേണ്ടി നിന്റെ വീട്ടിൽ വന്നു. ഒരു മുട്ട വാങ്ങാനുള്ള ശേഷി പോലും ഇല്ല ആര്യക്ക്. ഇപ്പൊ മുട്ട പോയി എന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഹാലൂസിനേഷൻ, 7th സ്റ്റേജ് ഓഫ് ഹാലൂസിനേഷൻ. വെരി ഗുഡ്. മുട്ട പ്രോഗ്രസ്. ഗുഡ് ഔട്ട്. ഗുഡ് ഗെറ്റ് ഔട്ട്. വെൽക്കം. ഞാൻ സിഗരറ്റ് വലിക്കുമെന്നും മദ്യപിക്കുമെന്നും ഒക്കെ നിനക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് ഇവിടെ ഞാൻ സേഫാ. സൂപ്പർ ബുജി, ബെസ്റ്റ് സ്ഥലം തന്നെ സെലക്ട് ചെയ്തത്. നിന്നെ ഞാനൊന്ന് കാണിച്ചു തരാം. വേസ്റ്റ് പറയുന്നത് വേസ്റ്റാ, ആരും വിശ്വസിക്കില്ല. ഹാലൂസിനേഷൻ. അല്ല, നീ ഉണ്ടോ ഇല്ലോ എന്ന് എനിക്ക് തന്നെ ഡൗട്ട് ആയിരിക്കാം. അവര് പിന്നെ എങ്ങനെ വിശ്വസിക്കുന്നേ? അല്ല, ആലോചിച്ചിരിക്കുന്ന എന്താ? കഴിക്ക് ബുജി, കഴിക്ക്. ഈ കയ്യിൽ മദ്യം, ആ കയ്യിൽ ചിക്കൻ, വിരലുകളിൽ സിഗരറ്റ്. കണ്ടോ, ബാഡ് ബോയുടെ ഈ സ്റ്റൈൽ എത്ര നന്നായിരിക്കുന്നു. എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തോ. പെർഫെക്റ്റ് ബുജി. ഓംലെറ്റ് വേണോ? ഹാഫ് ബോയിൽഡ്. ഓ, omelet ready, Buji. കഴിക്ക്. അവിടെ വെക്ക്, ഞാൻ എടുത്തോളാം. ഉറക്കം വരുന്നുണ്ടോ ബുജി? ദാ ഇവിടെ കിടന്നുറങ്ങിക്കോ. ഗീതേ, എനിക്ക് നിന്നോട് സംസാരിക്കണം ഗീതേ. രാവിലെ ഫ്രഷ് ആയിട്ട് സംസാരിക്കാം. ഇപ്പൊ ഉറങ്ങടാ കുട്ടാ. ഹലോ, ദശാവതാര സാറാണോ? ആര്യ സ്ലീപ്പിംഗ് ഇൻ മൈ ഹൗസ് റൈറ്റ് നൗ. ഹലോ അജയ്, ശാന്തി, hello 9th floor, come immediately. Yes. ഇന്ന് നിന്റെ ചീട്ട് ഞാൻ കേറും മോനെ. ഞാനിപ്പോ ഭരണപക്ഷത്താ. ഇപ്പൊ കേറിയാട്ടെ. അങ്ങനെ കേറും. സോറി ട്ടോ. അങ്ങ് വന്നാട്ടെ. കയറിയാട്ടെ. ഇന്ന് മുതൽ അങ്ങയുടെ സാരഥി ഞാനായിരിക്കും. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ ആരും ഇങ്ങോട്ട് വരില്ല. ഊണ് അങ്ങോട്ട് കൊടുത്തേക്കുക. ഇനി ഉണ്ണാൻ വേണ്ടി മാത്രം ഒരു വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ടോടി, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടോടി, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടോടി. പെട്രോൾ ലാഭിക്കണമല്ലോ.